ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി സമോസ ഷീറ്റ് കൊണ്ട് സൂപ്പർ എഗ് പപ്സ് ഉണ്ടാക്കാം. അപ്പോൾ ഇതൊരു അടിപൊളി സ്വീറ്റ്സിൻ്റെ സമോസ ഷീറ്റാണ്. ഇതിൽ ഏകദേശം 50 ഷീറ്റ്സ് ഉണ്ട്. ഇതൊരു അടിപൊളി ഷീറ്റാണ്. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻറ്റ് മെയിനായിട്ട് നമുക്ക് വേണ്ടത് സബോള. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മസാല വേണോ അത്രത്തോളം സബോള എടുക്കുക. ഞാനിവിടെ 6 എടുത്തിരിക്കുന്നത്. പിന്നെ 3 പച്ചമുളക്. അപ്പോൾ ഇതുപോലെ സ്ലൈസായിട്ട് സബോള കട്ട് ചെയ്തെടുക്കുക. സബോള കട്ട് ചെയ്യുമ്പോൾ പലർക്കും കണ്ണുനീര് വരും. അപ്പോൾ ഇങ്ങനെ ഉപ്പ് ഓപ്പണാക്കി വെച്ചിട്ട് അരിഞ്ഞാൽ വരില്ല. പിന്നെ നമ്മൾ കുനുകുനാന്നിങ്ങനെ റൗണ്ടായിട്ടോ കൊത്തി അരിഞ്ഞോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരിയാം. നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ ഗ്യാസ് ഓണാക്കി നമുക്ക് കടായിലോ കുക്കറിലോ ഏതിലോ നമുക്ക് ഇത് മസാല ആക്കിയെടുക്കാൻ പറ്റും. ഞാനിവിടെ കുക്കറിലാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട സബോള അതുപോലെ ഗ്രീൻ ചില്ലി ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ആയിട്ട് വേണ്ടത് ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന്, പിന്നെ ഗരം മസാല 1.5 ടേബിൾ സ്പൂൺ, കൊറിയൻഡർ മസാല 1.5 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂണ്, പിന്നെ പെപ്പർ 1 ടേബിൾ സ്പൂൺ. ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു 1 to 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് സബോള അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. സബോള നല്ലപോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ നല്ലപോലെ വഴറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് നല്ല മിക്സ് ചെയ്യാം. അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് ഇട്ട് കൊടുക്കാം. മുളകും ആ സബോള നല്ലപോലെ ആയി കഴിയുമ്പോഴത്തേക്ക് ഇടയ്ക്ക് കുറച്ച് ഉപ്പ് നിങ്ങൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മസാലാസ് എല്ലാം കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സമോസ ഷീറ്റ് എടുക്കുക. ഇങ്ങനെ ക്രോസ് ആക്കി വെക്കുക. ക്രോസ് ആക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമുക്കിവിടെ പേസ്റ്റ് വേണം. അതിന് വേണ്ടി നമ്മൾ മൈദ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് എടുക്കുക. എന്നിട്ട് നമ്മൾ നടുക്ക് ഫില്ലിങ് വെക്കുക, എഗ്ഗ് വെക്കുക. എന്നിട്ട് നമ്മൾ മൈദ 4 ഭാഗത്തും സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ക്രോസ് ആക്കി ലോക്ക് ചെയ്ത് പൊതിയുക. അത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ് നമുക്കിത് ചെയ്യാൻ. ഇങ്ങനെ നമ്മളെല്ലാം എടുത്ത് വയ്ക്കുക. അങ്ങനെ നമ്മുടെ എല്ലാ സമോസ ലീഫിലും ചെയ്ത് പപ്സ് റെഡിയാക്കി. ഇനി നമ്മൾ ചൂടെണ്ണയിലിട്ട് വറുത്ത് കോരി എടുക്കുക. അങ്ങനെ നമ്മൾ ക്രിസ്പി ആയിട്ടുള്ള